ഏതൊരു ബിസിനസിന്റെയും നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അഡ്വർടൈസ്മെന്റ്സ്. സോ ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ ഏറ്റവും അധികം കാണുന്ന ആഡുകൾ നിങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്തു തരാം, ഞങ്ങൾ 1000 രൂപക്ക് പരസ്യം ചെയ്തു തരാം, 2000 രൂപക്ക് ചെയ്തു തരാം, 3000 രൂപക്ക് 3 മാസം ചെയ്തു തരാം, 1500 രൂപക്ക് ഇത്ര ദിവസം ചെയ്തു തരാം, ഇത്ര പോസ്റ്റേഴ്സ് ഉണ്ടാക്കി തരാം, ഇത്ര വീഡിയോസ് ഉണ്ടാക്കി തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കമ്പനീന്റെ പരസ്യം ഇത്തരം ആളുകളെയാണോ ഏൽപ്പിക്കേണ്ടത്? അതല്ല, ഈ കാര്യത്തിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ആളുകളുണ്ടോ? ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊരു കമ്പനിക്ക് നിങ്ങളുടെ ആഡ് കൊടുക്കുന്ന മുന്നേ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ കമ്പനിക്ക് എന്ത് പ്രൊഫൈൽ ഉണ്ട്, അതല്ലെങ്കിൽ അവർക്ക് എന്ത് ഫോളോവേഴ്സ് ഉണ്ട്, അവരുടെ വീഡിയോസിന് എത്രത്തോളം റീച്ച് ഉണ്ട്, അവരെത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 100 ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത ഒരു കമ്പനി, ഒരു അഡ്വർടൈസിങ് കമ്പനി നിങ്ങൾക്ക് ആഡ് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ആദ്യം അയാൾക്ക് തന്നെ ഒരു ഗ്രൗണ്ട് ഇല്ല. സോ അങ്ങനെയുള്ള ഒരാളെടുത്ത് നിങ്ങൾ പരസ്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാഷ് പോകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആണോ, അതല്ല നിങ്ങൾ പ്രൊഡക്റ്റിന്റെ ലൈനപ്പ് കൂട്ടുകയാണോ, വേറെ എന്തെങ്കിലും ആണോ, നിങ്ങൾ എന്തെങ്കിലും ഓഫേഴ്സ് ഇടുകയാണോ, ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്, ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അതിന് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുക. അത് ആരാണ് എന്നുള്ളത് അറിയാൻ നല്ല നല്ല അഡ്വർടൈസിങ് ഏജൻസീസ് ഉണ്ടാവും. ചെറിയ പൈസക്ക് 2000-3000 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കി തരുന്ന ടീമുകളുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാഷ് പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കൂടുതലും സംഭവിക്കാറുള്ളത് ഈ മെറ്റാ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഇത് ചെന്ന് എത്തുക നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ കുറേ ആളുകളിലേക്കാണ്. പിന്നെ കുറേ സ്പാം ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നമ്പർ കിട്ടും, അവർ നമ്മളെ DM ചെയ്തുകൊണ്ടിരിക്കും. അവർ ഞങ്ങൾ ഇനി ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം നമുക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുക ചെയ്യുക. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരാൾക്ക് ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്, അയാൾക്ക് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട്, അയാൾ നേരത്തെ ചെയ്ത വർക്കുകൾ എന്താണ്, ആ വർക്കുകൾ സക്സസ്ഫുൾ ആയിരുന്നു, ഇതൊരു ചെറിയ രീതിക്കെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ക്യാഷ് കൊണ്ടുപോയിട്ട് ഇത്തരം ആളുകളെ ഏൽപ്പിക്കാം.